ആറ്റുകാൽ വാർഡിൽ നിന്നും ആറ്റുകാൽ ക്ഷേത്രം പുറത്തേക്ക് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനോടനുബന്ധിച്ച് BJPയുടെ തിരുവനന്തപുരം വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ ആറ്റുകാൽ മുൻ കൗൺസിലറുമാണ് നമ്മളോട് ചേർന്നത്. ബീനയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഈ പുറത്തേക്കാണോ, ഈ ആറ്റുകാൽ വാർഡിൽ നിന്നും പുറത്തേക്ക് പോവുകയാണോ ആറ്റുകാൽ ക്ഷേത്രം? അതാണല്ലോ ഐഡന്റിറ്റി. തീർച്ചയായിട്ടും ആറ്റുകാൽ വാർഡ് അറിയപ്പെടുന്നത് ആറ്റുകാൽ ക്ഷേത്രം ആ വാർഡിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പാണ് ആറ്റുകാൽ വാർഡ് ഫോം ചെയ്തിട്ടുള്ളത്. അന്ന് മുതൽ തന്നെ ആറ്റുകാൽ വാർഡും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും എല്ലാം ആറ്റുകാൽ വാർഡിൽ ഉൾപ്പെട്ടതാണ്. ഇപ്പോൾ പുതിയ, അത് ആദ്യത്തെ 2 നോട്ടിഫിക്കേഷനിൽ വാർഡ് തിരിച്ചുള്ള നോട്ടിഫിക്കേഷനിൽ ഒന്നും വരാതെ ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന നോട്ടിഫിക്കേഷനിലാണ് ആറ്റുകാൽ വാർഡിൻ്റെ ഈ വീടും, ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന് തൊട്ട് ഫ്രണ്ടിലാണ് ഈ വീട്. അത് കഴിഞ്ഞ് ഈ സൈഡിലുള്ള ഭാഗങ്ങൾ മൊത്തം ഉൾപ്പെടെ 982 വോട്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിനോട് ചേർന്ന് ഫ്രണ്ടിലും ഇരിക്കുന്ന ബാക്കിലും ഇരിക്കുന്ന 982 വോട്ട് ഉൾപ്പെടെ ആറ്റുകാൽ ക്ഷേത്രം ഉൾപ്പെടെ മണക്കാട് വാർഡിലേക്ക്. ഇപ്പം വേറൊരു വാർഡിലേക്ക് പോകുന്നതിന് സാധാരണയായി ഇപ്പം നമ്മൾ കണ്ടതായിരുന്നു വാർഡ് വിഭജനം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു വാർഡ് വിഭജനം? 100 വാർഡ് എന്നുള്ളതിന് ഒരു വാർഡ് പുതുതായി രൂപവൽക്കരിച്ചപ്പോൾ 100 വാർഡ് വിഭജനം ചെയ്തതിന് സർക്കാരും നഗരസഭയും പറഞ്ഞ റീസൺ, എല്ലാ വാർഡിലും യൂണിഫോമായി ഒരേ കറക്റ്റ് എണ്ണം 8,000-നും 10,000-നും അകത്തുള്ള വോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരതിൽ കണ്ട എല്ലാവരോടും പറഞ്ഞ രീതി മാത്രമല്ല, അതായിരുന്നു അതിൻ്റെ മാനദണ്ഡം. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ വരുമ്പോൾ ഒരു വാർഡിൻ്റെ ബോർഡർ വരുന്നത് ഒരു റോഡോ ഒരു പുഴയോ ഒരു കുന്നോ ഒരു മലയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം അതിൻ്റെ ബോർഡർ എന്ന് വ്യക്തമായി തന്നെ ആ നിയമാവലിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മാനദണ്ഡം അനുസരിച്ച് ഒരു നിയമാവലിയും പാലിക്കാതെ, ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ വാർഡ് വിഭജനം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 10,000-നും 10,500-നും അകത്തുള്ള വോട്ടുകൾ ഓരോ വാർഡിലും വരണം, 101 വാർഡിലും വരണം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ അവസാനത്തെ ഈ കഴിഞ്ഞ ആഴ്ച വന്ന വാർഡ് വിഭജനത്തിൻ്റെ ഇതിൽ പാങ്ങപ്പാറ വാർഡിൽ വന്നിരിക്കുന്നത് 2,400 വോട്ടും വിഴിഞ്ഞം ഹാർബർ വാർഡിൽ വന്നിരിക്കുന്നത് 11,000 വോട്ടും. അപ്പോൾ ഇതിൽ എവിടെയാണ് മാനദണ്ഡം പാലിച്ചിട്ടുള്ളത്? ആറ്റുകാൽ വാർഡിൽ മുന്നേ തന്നെ 8,400 വോട്ടാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഭാഗത്തുള്ള വോട്ടുകളും കൂടെ മാറിക്കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ആഡ് ചെയ്ത് വരുമ്പോൾ 10,000 വോട്ടിന് അകത്ത് വരാനുള്ളതിന് ഇപ്പം വന്നിരിക്കുന്നത് 8,000, വെറും 8,000 വോട്ട് മാത്രമാണ്. ആഡിങ്ങും വന്നിട്ടില്ല, അതിനെ മാറ്റി ഇവിടെ ഉണ്ടായിരുന്നതിനും കൂടെ മാറ്റുകയാണ് ഇപ്പോൾ ഫലത്തിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പച്ചവെള്ളം കുടിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവും. പക്ഷേ സർക്കാരിൻ്റെ ഒരു ഗൂഢാലോചനയെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും. പിന്നെ തീർച്ചയായിട്ടും, കാരണം അവർക്ക് വ്യക്തമായി മനസ്സിലായി ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിക്കുമെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായത് കൊണ്ടാണ്. അത് വെറുതെ അല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ ജനങ്ങൾ ഭരണം കൊടുക്കുന്നത്. ഈ നെറികെട്ട ഭരണവും അഴിമതിയും ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടു കാണും. നഗരസഭയിലെ ഉദ്യോഗസ്ഥരെ, വിജിലൻസ് 14 പേരെയാണ് അഴിമതിക്ക് SC/ST ഫണ്ട്, പാവങ്ങളുടെ ഫണ്ട്, SC/ST എന്ന് പറഞ്ഞാൽ അവരൊന്ന് പിക്കപ്പായി വരുന്ന ആൾക്കാരാണ്. അവർക്ക് കൊടുക്കാൻ പഠനമുറി കെട്ടാൻ, അല്ലെങ്കിൽ ഒരു ബാത്റൂം കെട്ടാൻ, അല്ലെങ്കിൽ ഒരു മുറി ഇറക്കാൻ, ഇതിനൊക്കെയാണ് SC/ST ഫണ്ട് കൊടുക്കുന്നത്. ആ ഫണ്ടിനെയാണ് DYFIയുടെ ലോക്കൽ സെക്രട്ടറിയുടെയും ഏരിയ സെക്രട്ടറിയുടെയും ഭാര്യമാരുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റി ചെലവഴിച്ചു. ഇതിനെതിരെയാണ് BJP കൗൺസിലർമാർ നഗരസഭയിൽ പ്രതികരിച്ചത്. 27 ദിവസം അവിടെ ഉപവാസ സമരം വരെ നഗരസഭയുടെ BJP കൗൺസിലർമാർക്ക് കിടക്കേണ്ടി വന്നു. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഇനി ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാനും തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം ഇനിയും കൈയിട്ട് വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം മാറിക്കൊടുക്കില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വാർഡ് വിഭജനം 100% നടത്തിയിരിക്കുന്നത്. ഈ ഒരു വാർഡ് ഏത് വാർഡിലേക്കായിരിക്കും ഇനി ആറ്റുകാൽ ക്ഷേത്രം വരുന്നത്? മണക്കാട് വാർഡിലേക്കാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ 4ാം ഭാഗം മണക്കാട് വാർഡിലെ 8ാം ഭാഗമായിട്ടാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. 1 മുതൽ 842 വരെയുള്ള ക്രമ നമ്പർ മണക്കാട് വാർഡിൽ വരുന്ന 8ാം ഭാഗത്തിൽ 1 മുതൽ 842 വരെയുള്ള ക്രമ നമ്പറാണ് ആറ്റുകാൽ വാർഡിലെ വോട്ട്.
ആറ്റുകാൽ വാർഡിലെ ജനങ്ങളെ ചേർത്തിരിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ ആറ്റുകാൽ മഹോത്സവം വരുന്നതിനോടനുബന്ധിച്ചൊക്കെ ഭക്തജനങ്ങളൊക്കെ ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അല്ലേ? തീർച്ചയായും. അതുമാത്രമല്ല, ഭക്തജനങ്ങൾക്ക് ആറ്റുകാൽ ക്ഷേത്രം എന്ന് മാത്രമല്ല, ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ആണെങ്കിലും ജനങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ അവർക്ക് ഒരു ലെറ്റർ എഴുതുന്നതിനാണെങ്കിലും തൊട്ടടുത്തുള്ള ആറ്റുകാൽ വാർഡ് കൗൺസിലറുടെ പോയി കണ്ടാൽ മതി. ഇനി ആ ഭാഗത്തുള്ള ജനങ്ങളെല്ലാം ഈ 1000-ഓളം വരുന്ന ജനങ്ങൾ മണക്കാട് വാർഡിലെ കൗൺസിലറാണ് മണക്കാട് വാർഡ് കൗൺസിലറെ പോയി കാണുന്നതിനും ഇതല്ല. പക്ഷേ റെസിഡൻസ് അസോസിയേഷൻ ഒരു റോഡിൻ്റെ വികസനം, അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ആൾക്കാർക്കുള്ള കുടിവെള്ളത്തിൻ്റെ, ഇല്ലെങ്കിൽ വയസ്സായ ആൾക്കാർക്ക് പെൻഷൻ നൽകുന്നതിനുള്ള ലെറ്റർ, ഇങ്ങനെ ഓരോ കാര്യത്തിലും ഏത് കൗൺസിലറെയാണ് പോകേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ പൊതുവേ ജനങ്ങൾക്ക് വരും. കാരണം ഒരു ഒറ്റ രീതിയിൽ ഒരു റൗണ്ടിനകത്തുണ്ടായിരുന്ന ഒരു വാർഡിനെയാണ് 4ആയി വെട്ടിമുറിച്ച് മാറ്റിയിരിക്കുന്നത്. കുര്യാത്തി വാർഡ് ഇല്ലാതെയാക്കി. കുര്യാത്തി വാർഡ് വർഷങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലറാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് കുര്യാത്തി വാർഡ്, PTP നഗർ വാർഡും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലറാണ് 10 വർഷം കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് PTP വാർഡേ ഇല്ലാതാക്കി. അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഈ വാർഡ് വിഭജനം ഉണ്ടായിരിക്കുന്നത്. ഇനി എന്തായിരിക്കും എന്തെങ്കിലും നടപടികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട്? തീർച്ചയായിട്ടും ഞങ്ങൾ രാഷ്ട്രീയ രീതിയിലുള്ള സമരങ്ങൾ, ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇവിടെ ജനങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഇവിടെ ആറ്റുകാൽ ക്ഷേത്രം മുതൽ ചെറമുക്ക് ഈ റൗണ്ടിൽ വരുന്ന എല്ലാ സമരവും നടത്തിയിരുന്നു. ഉടനെ തന്നെ അടുത്ത സമരത്തിനെ പറ്റി ഭാരതീയ ജനതാ പാർട്ടി ആലോചിക്കുന്നത്. അതുപോലെ തന്നെ നിയമപരമായ നടപടികൾക്ക് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള, ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കിയുള്ള നടപടികളും നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്തായാലും ആറ്റുകാൽ ക്ഷേത്രം ആറ്റുകാൽ വാർഡിൽ നിലനിർത്തുന്നതിനുള്ള കാര്യങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി അങ്ങേയറ്റം വരെ പോകുമെന്ന് 100% ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. തീർച്ചയായിട്ടും ആ പ്രതിഷേധങ്ങൾ ഒരാഴ്ച കൊണ്ട് പ്രതിഷേധങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലും ഇവിടെ ആറ്റുകാലുള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. 3-4 ദിവസം കൊണ്ട് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 100% ഉറപ്പ് പറയാം, ആറ്റുകാൽ ക്ഷേത്രം ഇരിക്കുന്ന വാർഡ് ആറ്റുകാൽ വാർഡായി തന്നെ അറിയപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏതറ്റം വരെയും സമരം ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ് ഈ ആറ്റുകാൽ വാർഡ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഭക്തജനങ്ങളൊക്കെ ആറ്റുകാൽ മഹോത്സവത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്താറുണ്ട്. അപ്പോൾ ആറ്റുകാലിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അത് മണക്കാട് വാർഡിലെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് തന്നെ അത് വലിയ രീതിയിൽ അവരെ ബാധിക്കും, ഈ ക്ഷേത്രത്തെയും ബാധിക്കും. നമുക്കത് മനസ്സിലാക്കാം. എന്തായാലും ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ അഴിമതികളൊക്കെ നമ്മൾ നഗരസഭയിൽ അറിഞ്ഞതാണ്. കൂടുതൽ പ്രതിഷേധങ്ങളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി ഉപവാസ സമരം വരെ തുടർന്നിരുന്നു. എന്നിരുന്നാൽ കൂടി ഈയൊരു നടപടി തുടർന്ന് പോകുകയാണെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളും സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.